Morning dears. Attendance live chat post ചെയ്യാം ട്ടോ. Attendance live chat post ചെയ്യാം. Audio clear അല്ലേ? Okay, നമ്മൾ ഇന്ന് തേർഡ് മൊഡ്യൂളിലെ SFD BMD എന്ന് പറഞ്ഞ ഭാഗമാണ് നോക്കുന്നത് ട്ടോ. SFD BMD എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടിട്ടുള്ളതാണ് അല്ലേ? ക്ലാസ് കേട്ട് നമ്മൾ എക്സാം നടത്തിയതാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ ട്ടോ. ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ ആ ക്ലാസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സാറിന്റെ ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം പറ്റാവുന്നവർക്കോട് എടുക്കാം. ഞാൻ ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മൊഡ്യൂൾ 4ലേക്ക് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ 3 ഈ ഒരു പോർഷൻ നിങ്ങൾ സാറിന്റെ ക്ലാസ് തന്നെ നിങ്ങൾ നോട്ടൊക്കെ എഴുതിയെടുത്തതാണ്, എക്സാം എഴുതിയതാണ്, അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറ്റാവുന്നത്രത്തോളം ഇതിന്റെ പോർഷൻസ് എടുക്കാം. ഇതിന്റെ സ്ലൈഡ് ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സ്ലൈഡ് യൂസ് ചെയ്താണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നിന്ന് ക്ഷമിക്കുക. നോട്ട് കംപ്ലീറ്റ് ആണല്ലോ. പിന്നെ ക്ലാസ് എടുത്ത് കഴിയുകയാണെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ സ്ലൈഡ് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 4 എടുത്ത് എനിക്ക് പെട്ടെന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ അടുത്തത് ഞാൻ ഈ SFD BMD കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മൊഡ്യൂൾ 4 ഞാൻ എന്തായാലും എടുത്തു തരും കേട്ടോ. ഇത് നിങ്ങൾ ആ സാറിന്റെ ക്ലാസ് തന്നെ കേൾക്കുക. സ്റ്റാർട്ടിങ് ഞാൻ കുറച്ച് സ്ലൈഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചാണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും എത്തിയില്ലേ? ഓക്കെ. അപ്പോൾ SFD BMD അറിയാലോ എന്താണെന്ന്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ അത് വരയ്ക്കുന്നതാണ്. അപ്പൊ അത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബീം എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ബീം എന്തായിരുന്നു? ബീംസ് ആർ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പേഴ്സ് വിച്ച് ഈസ് വെരി ലോങ് കമ്പയർഡ് ടു ഇറ്റ്സ് വിഡ്ത് ആൻഡ് ഡെപ്ത്. അതായത് ക്രോസ് സെക്ഷനിലെ ഇത് നിങ്ങൾക്കൊരു സ്ലാബാണ് കാണുന്നത്. സ്ലാബില് റൂഫ്, ആ റൂഫിനകത്ത് ഒരുപാട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇതുപോലെ മെമ്പേഴ്സ്, സ്ട്രക്ചറൽ മെമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബീം എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ? അതെല്ലാം കംപ്ലീറ്റ് ബീമാണ്. രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് സ്റ്റീൽ ബീമുകൾ കാണുന്നുണ്ട്. അതിൽ സെക്ഷൻ ആണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചറൽ ഡിസൈനിൽ പഠിക്കാനുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു ചിത്രം നോക്കൂ. ഈ ഒരു ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോൺക്രീറ്റ് ഉണ്ടായിരിക്കും, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് കമ്പി നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഇതുപോലെ ഇതിന് ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് അതിന്റെ വിഡ്ത്തും ഇത് അതിന്റെ ഡെപ്തും ആണ് അല്ലെ? ഈ കാണുന്നതാണ് അതിന്റെ ലെങ്ത്. അപ്പൊ വിഡ്ത്തിനും ഡെപ്തിനും അപേക്ഷിച്ച് ലെങ്ത് വളരെ കൂടുതലാണ് ഇൻ കേസ് ഓഫ് ബീം. അപ്പൊ ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ ആണ്. അതിന് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് കമ്പയർഡ് ടു ഡെപ്ത് ആൻഡ് വിഡ്ത്ത്. അതിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞതായതുകൊണ്ട് ഓടിച്ചു വിടുകയാണേ. പിന്നെ ഏതൊക്കെ ടൈപ്പ് ബീം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്താണ്? ഒരു എൻഡില് ഹിഞ്ചഡ് സപ്പോർട്ടും ഒരു എൻഡില് റോളർ സപ്പോർട്ടും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത് അല്ലെ? ഒരെൻഡില് ഹിഞ്ചഡും ഒരെൻഡില് റോളറും. ഈ ഹിഞ്ചഡ്, റോളർ എന്നൊക്കെ പറയുന്ന സപ്പോർട്ടുകളാണല്ലേ. ഹിഞ്ചഡ് സപ്പോർട്ട് പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് സപ്പോർട്ട് പഠിച്ചിട്ടുണ്ട്, അതുപോലെ റോളർ സപ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സപ്പോർട്ട് എന്താണെന്ന് അതിനനുസരിച്ചാണ് നമ്മൾ ടൈപ്സ് ഓഫ് ബീം പറയുന്നത്. അപ്പൊ ഒരു ബീമിന്റെ ഒരെൻഡില് ഹിഞ്ചഡും ഒരെൻഡില് റോളറും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ. ഈ ഹിഞ്ചഡ് സപ്പോർട്ട് ആണെങ്കിൽ അവിടെ എന്ത് മൂവ്മെന്റ് ഉണ്ടാവുക? റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലെ? നമ്മള് വാതില്, ഡോറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അത് ഹിഞ്ചഡ് സപ്പോർട്ടിന് എക്സാമ്പിൾ ആണ്. റോളർ ആണെങ്കിലോ? റോളർ ആണെങ്കിൽ അതിന് വെർട്ടിക്കൽ മാത്രമാണ് പറ്റാത്തത്, ബാക്കി എല്ലാ മൂവ്മെന്റും പോസിബിൾ ആണ്. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഫിക്സഡ് ബീം. ഫിക്സഡ് ബീം ആണെങ്കിൽ ഒരു ബീമിന്റെ രണ്ട് എൻഡും ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് ബീം എന്ന് പറയും. ഓക്കെ. കാന്റിലിവർ ബീം ആണെങ്കിൽ ഒരെൻഡ് മാത്രമാണ് ഫിക്സഡ് എങ്കിൽ അതിനെ കാന്റിലിവർ ബീം എന്ന് പറയും. അതർ എൻഡ് ഫ്രീ, മറ്റേ അറ്റം ഫ്രീ ആയിരിക്കും. ഇനി ഓവർ ഹാങ്ങിങ് ബീം എന്താണെന്ന് വെച്ചാൽ രണ്ട് സപ്പോർട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ബീം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഓക്കെ. ബീംസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് സപ്പോർട്ട് കഴിഞ്ഞിട്ടും ബീം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓവർ ഹാങ്ങിങ് ബീം എന്നാണ് പറയാം. നെക്സ്റ്റ് വൺ കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആണ്, ബീം കണ്ടിന്യൂസ് ആണ്. അതായത് നമ്പർ ഓഫ് സ്പാൻ അവിടെ ഉണ്ടായിരിക്കും. ഒരുപാട് സപ്പോർട്ടുകൾക്ക് മീതെ നീണ്ടു കിടക്കുന്ന ലെങ്തി ആയിട്ട് എൻഡ് ചെയ്യാതെ തന്നെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടുകൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ബീമിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്.
ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും ബീംസ് ആണുള്ളത്: സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സഡ്, കാന്റിലിവർ, ഓവർഹാങ്ങിങ് ആൻഡ് കണ്ടിന്യൂസ്. ഇത്രയും ടൈപ്സ് ഓഫ് ബീംസ് ഉണ്ട്. ഓക്കെ, ഇനി ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ ഏതൊക്കെയാണ്? കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, ദെൻ യൂണിഫോംലി വേരിയിങ് ലോഡ് ഉണ്ട്. ഇതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീമിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിനെയാണ്, ആ ലോഡിനെയാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബീമിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് ലോഡ് അല്ലെങ്കിൽ പോയിന്റഡ് ലോഡ് എന്ന് പറയും. ഓക്കെ, ദെൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോഡ് ആ ത്രൂ ഔട്ട് ദി സ്പാൻ, ആ എൻറ്റയർ ലെങ്ത് ഓഫ് ബീമില് ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഇന്റൻസിറ്റി യൂണിഫോം ആയിരിക്കും. അങ്ങനത്തെ ലോഡിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബീമാണെന്നുണ്ടെങ്കിൽ ആ ബീമില് ത്രൂ ഔട്ട് ദി ലെങ്ത് ആ ലോഡ് ഉണ്ടായിരിക്കും. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയായിരുന്നു? W ന്യൂട്ടൺ അല്ലെ? W എന്ന് പറയുന്നത് ലോഡ്, ലോഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. ഓരോ മീറ്റർ ലെങ്ത്തിലും W ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. ദെൻ യൂണിഫോംലി വേരിയിങ് ലോഡ്. യൂണിഫോംലി വേരിയിങ് ലോഡ് നമുക്ക് രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഒരു ബീമിന്റെ അറ്റത്ത് 0, അത് ഇൻക്രീസ് ചെയ്ത് ബീമിന്റെ നെക്സ്റ്റ് എൻഡിൽ എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ലോഡ് W ലോഡ് ആക്ട് ചെയ്യാം. അല്ലെങ്കിൽ സെന്ററിൽ, രണ്ടാമത്തെ ഫിഗറിൽ നോക്കുക, സെന്ററിൽ മാക്സിമം രണ്ട് എൻഡിലും 0. ഓക്കെ, ട്രയാങ്കുലർ ഷേപ്പിൽ ഈ ഒരു ടൈപ്പിലുള്ള, സോറി രണ്ടും ട്രയാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്? യൂണിഫോംലി വേരിയിങ് ലോഡാണ്. യൂണിഫോം ആയിട്ടാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫിഗറിലാണെങ്കിൽ ഒരു എൻഡിൽ 0, അവിടെ നിന്ന് കൂടി വന്ന് അടുത്ത എൻഡിൽ എത്തുമ്പോഴത്തേക്കും W ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പിലാണ് എന്നുണ്ടെങ്കിൽ ഒരു എൻഡിൽ 0, മിഡിലിൽ എത്തുമ്പോഴേക്കും മാക്സിമം, പിന്നീട് കുറഞ്ഞു 0, കൂടി നടുവിൽ എത്തുമ്പോഴത്തേക്കും മാക്സിമം, പിന്നെ കുറഞ്ഞ് അടുത്ത എൻഡിൽ എത്തുമ്പോഴത്തേക്കും 0. ഈ ടൈപ്പ് ലോഡുകളെയാണ് നമ്മൾ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, ദെൻ യൂണിഫോംലി വേരിയിങ് ലോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ബീമും ലോഡ്സ് ഓഫ് ബീമും നോക്കി. ക്ലിയർ ആയില്ലേ? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബെൻഡിങ് ഓഫ് ബീംസ് ആണ്. ഇതൊരു ബീമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ആ ബീമിന്റെ സെന്ററിലായിട്ട് നമ്മളൊരു ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, ഇതിന്റെ സെന്ററിൽ ഇതുപോലെ ഇവിടെ ഒരു ലോഡ് ഞാൻ ഇവിടെ പിടിച്ച്, ഈ ഒരു ഭാഗത്ത് ഞാൻ പിടിച്ചമർത്തുകയാണ്, താഴേക്ക് ലോഡ് കൊടുക്കുകയാണ്. എന്താ സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? അത് ബെൻഡ് ചെയ്യും അല്ലെ? നമ്മൾ ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ബീം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബെൻഡ് ചെയ്യും. നടുക്ക് നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീമിലെ ഓരോ ലെയർ ആയിട്ടാണ് ഒരു ബീം എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പഠിക്കാനുണ്ട്. ഓരോ ബീമിന്റെയും ഓരോ ലെയർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പൊ അതിന്റെ ഏറ്റവും മുകളിലത്തെ ലെയർ നോക്കിയാൽ, മുകളിലത്തെ ലെയറിൽ അവിടെ ആക്ട് ചെയ്യുന്നതായിരിക്കും അത് ചുരുങ്ങി പോവുകയല്ലേ ചെയ്തത്. അപ്പൊ അവിടെ കംപ്രഷനാണ് ആക്ട് ചെയ്യുക. ഈ ഏറ്റവും താഴെയുള്ള ലെയറിൽ നോക്കിയാൽ, താഴെയുള്ള ലെയറിന് ഒരു വലിവാണ് സംഭവിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് അവിടെ ടെൻഷനാണ് സംഭവിക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളില് കംപ്രഷനും ഏറ്റവും താഴെ ടെൻഷനും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോർത്ത് വീഡിയോയിൽ നോക്കാം. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാം. ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു ബീമില് സെന്ററിൽ നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനൊരു ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബീം ബെൻഡ് ചെയ്യും. അപ്പൊ ഈ ബീം ബെൻഡ് ചെയ്ത് അതിന്റെ കപ്പാസിറ്റിയിൽ അധികം നമ്മൾ ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഇറ്റ് വിൽ ഫെയിൽസ്. ബീം ഫെയിൽ ആവും അല്ലെ? അപ്പൊ നമ്മൾ ഒരുപാട് ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? അവിടെ ക്രാക്ക് വീണ് അത് ഫെയിൽ ആവും. അപ്പൊ രണ്ട് രീതിയിലുള്ള ബീം ഫെയിലിയർ ആണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇതൊരു ബെൻഡിങ് ഫെയിലിയർ ആണ്. അതായത് നമ്മൾ ലോഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ടോപ്പ് ഫൈബേഴ്സിൽ കംപ്രഷനും താഴെയുള്ള ലെയറിൽ ടെൻഷനും സംഭവിച്ചു. നിങ്ങൾക്ക് ഫിഗറിൽ ക്രാക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇത് ബെൻഡിങ് കാരണം, ഈ ബീം ബെൻഡ് ചെയ്ത കാരണമാണ് ഈ ബീം ഫെയിലിയർ ആകുന്നത്. സോ നമുക്കിതിനെ ബെൻഡിങ് ഫെയിലിയർ, അത് തന്നെയാണ് എന്ത്? ഫ്ലെക്സുറൽ ഫെയിലിയർ. ഓക്കെ, ഡ്യൂ ടു ബെൻഡിങ് അറ്റ് ഈച്ച് സെക്ഷൻ. ബെൻഡിങ് കാരണമുള്ള ഫെയിലിയർ ആണ് ബെൻഡിങ് ഫെയിലിയർ. ഓക്കെ, ഇനി വേറൊരു രീതിയിലുള്ള ഫെയിലിയർ കൂടി ഉണ്ട്, ഷിയർ ഫെയിലിയർ ആണ്.
അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്രാക്ക് ഉണ്ടായിരിക്കുന്നത് നോക്കൂ. ഒരു ക്രാക്ക് നിങ്ങൾക്ക് യെല്ലോ കളറിലെ ആരോ മാർക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു ഭാഗം തെന്നി പോകാനുള്ള സ്വഭാവമാണ് കാണിക്കുന്നത് അല്ലെ. അത്തരം ഫെയിലിയേഴ്സിനെയാണ് നമ്മൾ ഷിയർ ഫെയിലിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂ ടു ഷിയറിംഗ്, ഷിയറിംഗ് കാരണമുള്ള ഫെയിലിയർ ആണ് ഷിയർ ഫെയിലിയർ. ബെൻഡിങ് കാരണമുള്ള ഫെയിലിയർ ആണ് ബെൻഡിങ് ഫെയിലിയർ. അപ്പൊ നമുക്കൊരു ബീമിനകത്ത് ബെൻഡിങ്ങും സംഭവിക്കുന്നുണ്ട്, ഷിയറും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ബീമിനകത്ത് ബെൻഡിങ് നടക്കുന്നുണ്ട്, ഒപ്പം ഷിയറും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് ബെൻഡിങ്ങും ഷിയറും എന്താണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും എന്താണ് ഒരു കോൺസെപ്റ്റ് നമുക്കൊരു പ്രോബ്ലം വെച്ച് തന്നെ അനലൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ എ ബി കംപ്ലീറ്റ് ഫിഗർ ഉണ്ടെന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് എ ബി എന്നൊരു സ്പാൻ ഉണ്ട്, ബീം ഉണ്ട്, എ ബി എന്നുള്ളൊരു ബീം ഉണ്ട്. ഓക്കെ, അതില് ഒരു പോയിന്റിൽ 10 കിലോ ന്യൂട്ടണും ഒരു പോയിന്റിൽ 30 കിലോ ന്യൂട്ടണും ലെങ്ത് എല്ലാം കാണിച്ചിട്ടുണ്ട്. എ എന്ന പോയിന്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ട് 10 കിലോ ന്യൂട്ടണും പിന്നീട് ഒരു 10 കിലോ ന്യൂട്ടൺ കഴിഞ്ഞിട്ട് ഒരു 5 മീറ്റർ മാറിയിട്ട് 30 കിലോ ന്യൂട്ടണും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആർ എ ആർ ബി കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. എന്തായിരുന്നു ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 10 പ്ലസ് 30 40 എന്ന് നമുക്ക് എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതായത് വെർട്ടിക്കൽ ഫോഴ്സുകളുടെ ആൾജിബ്രായിക് സം 0 ആണ് എന്നതായിരുന്നു നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് എഴുതാം, ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 40, 10 പ്ലസ് 30 40 എന്ന് എഴുതാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഏതെങ്കിലും ഒരു പോയിന്റിൽ മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പൊ ഞാൻ ബി എന്ന പോയിന്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ആർ എ ഇൻറ്റു 2 പ്ലസ് 5 പ്ലസ് 3 എത്രയാണ് 10, ആർ എ ഇൻറ്റു 10. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ആർ എ ഇൻറ്റു 10 ഈ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലെ. അത് എന്ത് മൊമെന്റ് ആണ്, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ ആർ എ ഇൻറ്റു 10. ഇനി ഈ ഒരു 10 കിലോ ന്യൂട്ടൺ കൊണ്ടുള്ള മൊമെന്റ് എങ്ങനെയായിരിക്കും, 10 ഇൻറ്റു 8. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, താഴോട്ടാണ്, ബി എന്ന പോയിന്റിലേക്ക് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. സോ മൈനസ് 10 ഇൻറ്റു 8. Then 30 into 3, that is also anti-clockwise moment. So minus 30 into 3. So നമുക്ക് എഴുതാം RA into 10 minus 10 into 8 minus 30 into 3 is equal to 0. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ RA യും RB യും കിട്ടും. അങ്ങനെയാണ് നമുക്ക് 17 കിലോ ന്യൂട്ടണും 23 കിലോ ന്യൂട്ടണും കിട്ടിയത്. ഓക്കെ, 17 കിലോ ന്യൂട്ടണും 23 കിലോ ന്യൂട്ടണും കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ റിയാക്ഷൻ കാണുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഏതെങ്കിലും സെക്ഷൻ നമുക്ക് എവിടെയും എടുക്കാം, നോ പ്രോബ്ലം, എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ എക്സ് എന്നുള്ളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് 4 മീറ്റർ, എ എന്ന പോയിന്റിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ് ഈ സെക്ഷൻ കിടക്കുന്നത് അല്ലെ. അപ്പോ ഈ സെക്ഷന്റെ എക്സ് എന്നുള്ള സെക്ഷന്റെ ലെഫ്റ്റിലേക്കുള്ള പോർഷനും റൈറ്റിലേക്കുള്ള പോർഷനും ഞാൻ പ്രത്യേകം ഇവിടെ എടുത്ത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള പ്രത്യേക പോർഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് ഈ സെക്ഷന്റെ ഈ ഒരു ഭാഗമാണ് ലെഫ്റ്റ് പോർഷൻ, അതുപോലെ ഈ ഒരു ഭാഗമാണ് റൈറ്റ് പോർഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന്റെ ലെഫ്റ്റ് പോർഷനിൽ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ബീം, ഇതാണ് എന്ത് ആർ എ എന്ന് പറയുന്നത്, ഇതാണ്, ഇത് 17 ആണ്. ഓക്കെ, ഇവിടെ ഒരു 10 എന്നുള്ള ഒരു ലോഡ് കൂടി ഉണ്ട്, ഇവിടെ 10 എന്നുള്ളൊരു ലോഡ് കൂടി ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സെക്ഷൻ കിടക്കുന്നത്. സെക്ഷൻ ഇതാണ്, ഇതാണ് നമ്മുടെ സെക്ഷൻ, ഇതാണ് ലെഫ്റ്റ് പോർഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സിന്റെ റിസൾട്ടന്റ് എത്രയായിരിക്കും, വെർട്ടിക്കൽ ഫോഴ്സിന്റെ റിസൾട്ടന്റ് 17 എന്നുള്ളത് അപ്വേർഡ്, മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അത് വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം, മുകളിലേക്കുള്ളത് പോസിറ്റീവ് ആയിരിക്കും 17. പിന്നെ 10 എന്നുള്ളത് താഴോട്ടാണ്, സോ അത് മൈനസ് ആയിട്ടിരിക്കും, 17 മൈനസ് 10. ഓക്കെ, 17 മൈനസ് 10. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്, 7 ആൻസർ കിട്ടും. പോസിറ്റീവ് 7 ആണ്. പോസിറ്റീവ് എന്നുള്ളത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന കാരണമല്ലേ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തത്. സോ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു 7 കിലോ ന്യൂട്ടൺ ആണ് ഇവിടുത്തെ റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സ്. ഓക്കെ, മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന 7 കിലോ ന്യൂട്ടൺ ആണ് ഇവിടുത്തെ, ഇവിടെയുണ്ട് റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാൻ പോവാ, നമ്മള് ഇതിന്റെ ഇവിടെ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് മൊമെന്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഈ സെക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 17 ഇൻറ്റു 4, 17 ഇൻറ്റു 4 അത് ആക്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്, സോ പോസിറ്റീവ്, മൈനസ് 10 ഇൻറ്റു
2 10 into 2 അത് ആക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ അത് നെഗറ്റീവ്. അപ്പൊ നമുക്കൊരു 48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് ഇവിടെ കിട്ടുന്നത്. എവിടെ ചെയ്തിട്ടുണ്ട് 48 കിലോ ന്യൂട്ടൺ മീറ്റർ. അത് പോസിറ്റീവ് ആണ്. സോ അത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ. ഇതിനെ ഇങ്ങനെ 48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ സെർട്ടൻ വെർട്ടിക്കൽ ഫോഴ്സ് മുകളിലേക്കായിരുന്നു അല്ലെ. അതാണ് ഈ ഒരു ചിത്രത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് അതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് റിസൾട്ടൻ വെർട്ടിക്കൽ ഫോഴ്സ് 17 - 10 7 അത് മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിങ്ങനെ മാർക്ക് ചെയ്തു. ദെൻ റിസൾട്ടൻ മൊമെന്റ് എന്ന് പറയുന്നത് 48 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. അത് പോസിറ്റീവ് ആണ്. സോ അത് ക്ലോക്ക് വൈസ് ആണ്. അത് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത്രയാണ് ലെഫ്റ്റ് പോർഷനിലെ കഥകൾ. ഇനി നമ്മൾ റൈറ്റ് പോർഷനിലേക്ക് ഈ ഒരു ഭാഗത്തേക്ക് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ടൻ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു 30 ഉണ്ട്, ഒരു 23 ഉണ്ട് അല്ലെ. 30 താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ -30. 23 മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ പോസിറ്റീവ് 23. ഇത് എവിടെയുണ്ട്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -7 കിലോ ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. -7 കിലോ. മൈനസ് ഇവിടെ കാണിക്കാത്തത് എന്താ വെച്ചാൽ അത് അതിന്റെ ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. മൈനസ് ആണെങ്കിൽ ഡൗൺവേർഡ്, അതിവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡൗൺവേർഡ്. അപ്പോ ഇവിടെ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ -7 ഫിഗറിൽ കാണാലോ 7 കിലോ ന്യൂട്ടൺ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? താഴോട്ട്. പിന്നെ അവിടുത്തെ മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ 30 × 3 അത് ക്ലോക്ക് വൈസ് ആണ്, പോസിറ്റീവ്. ദെൻ 23 × 6 അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ്. അപ്പൊ അവിടെ -48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും എഴുതേണ്ട കാര്യമില്ല. ആന്റി ക്ലോക്ക് വൈസിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൈനസ് നമ്മളോട് കാണിക്കേണ്ട കാര്യമില്ല. പകരം നമ്മളിവിടെ ചിത്രത്തിൽ എന്ത് ചെയ്തു? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. -48 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് സെക്ഷനിലെയും റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സും റിസൾട്ടന്റ് മൊമെന്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ബീം എടുത്തു, ആ ബീമിൽ റിയാക്ഷൻ കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. ആ സെക്ഷന്റെ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും റിസൾട്ടന്റ് വെർട്ടിക്കൽ ഫോഴ്സും റിസൾട്ടന്റ് മൊമെന്റും കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ അതവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയപ്പോ ഇതാണ് റിസൾട്ടന്റ് ഇന്റേണൽ വെർട്ടിക്കൽ ഫോഴ്സ് അല്ലെ. ഇത് നമ്മൾ വരച്ച കാര്യം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ഒന്നുകൂടെ വരച്ചു എന്നേ ഉള്ളൂ. എ ബി എന്നുള്ള ബീം ആ സെക്ഷനിൽ തന്നെ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡില് 7 കിലോ ന്യൂട്ടൺ മുകളിലേക്കും റൈറ്റ് സൈഡില് 7 കിലോ ന്യൂട്ടൺ താഴേക്കുമാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചിന്തിച്ചു നോക്കൂ, ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഫോഴ്സുകൾ മുകളിലേക്കും താഴോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഷിയർ ചെയ്ത് പോകാനുള്ള, മുകളിലേക്കും താഴേക്കായിട്ട് തെന്നി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. ദാറ്റ് ഈസ് ഷിയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതാണ് രണ്ടാമത്തെ താഴത്തെ ഫിഗറിൽ നോക്കിയപ്പോൾ ഒരു ഫോഴ്സ് മുകളിലേക്കും ഒരു ഫോഴ്സ് താഴേക്കും. അപ്പൊ രണ്ടായിട്ട് അതിനെ ഷിയർ ചെയ്ത് തെന്നി മുറിഞ്ഞു പോകാനുള്ള ടെൻഡൻസിയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരം ഫോഴ്സസിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ്, ഷിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഫോഴ്സസുകളെയാണ് നമ്മൾ ഷിയറിംഗ് ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ ഫോഴ്സ് അറ്റ് ദി സെക്ഷൻ റൈസ് ടു ഷിയർ ഓഫ് ദ ബീം ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ്. അപ്പോൾ ഒരു സെയിം ഒരു ലോഡ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അതേ ലോഡ് സെയിം ഇന്റൻസിറ്റിയിലുള്ള ലോഡ് തന്നെ താഴോട്ട് ആക്ട് ചെയ്യുന്നു. ഒരൊറ്റ പോയിന്റിലാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഒരൊറ്റ സെക്ഷനിൽ. അപ്പോൾ ആ ബീമിനെ പകുതി മുകളിലേക്കും പകുതി താഴോട്ടും ഷിയർ ചെയ്ത് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പൊ അത്തരം ഫോഴ്സുകളെ, അത്തരം ഇന്റേണൽ ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൊമെന്റിന്റെ കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഒരു ബീമിന്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്താ കിട്ടിയത്? ക്ലോക്ക് വൈസ് മൊമെന്റ് കിട്ടി. രണ്ടാമത്തെ സെക്ഷനിൽ എന്താ കിട്ടിയത്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബീമിന് ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. മൊമെന്റ് കാരണം എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്? ഇതുപോലെ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് പോലെ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോ ഈ ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മൊമെന്റുകളെയാണ് ബെൻഡിങ് മൊമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ബീമിനകത്ത് ഫോഴ്സും ഉണ്ട്, മൊമെന്റും ഉണ്ട്. ഷിയർ ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഫോഴ്സുകളെ ഷിയർ ഫോഴ്സ് എന്നും ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മൊമെന്റുകളെ ബെൻഡിങ് മൊമെന്റ് എന്നാണെന്ന് പറയാം. അപ്പൊ ഈ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും അതിന്റെ കപ്പാസിറ്റിയിൽ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ബീം ഫെയിലിയർ ആവും. ക്ലിയർ ആയോ? അപ്പൊ എത്രത്തോളം ഷിയർ ഫോഴ്സ് അതിനെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം ബെൻഡിങ് മൊമെന്റ് അതിൽ എടുക്കാൻ പറ്റും എന്നത് നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബീമിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് എത്രത്തോളം എടുക്കാൻ പറ്റും,
അതിൽ കൂടുതൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ആ ബീമിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബീമിന് ഫെയിലിയർ ആവും, ബീം ഫെയിലിയർ ആവും. അപ്പൊ നമുക്ക് അത്തരം ബീമുകൾ യൂസ് ചെയ്യാൻ, ബീം ഫെയിലിയർ ആയ സ്ട്രക്ചർ ഫെയിലിയർ ആയി അല്ലേ. സോ അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഷിയർ ഫോഴ്സും ബെൻഡിങ്, ഇത് നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്, നമുക്ക് ആവശ്യമില്ല. നമുക്ക് പക്ഷെ ആവശ്യമുള്ളത് ഇതിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് ഷിയർ ഫോഴ്സ്, എന്താണ് ബെൻഡിങ് മൊമെന്റ്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. നമ്മളൊരു ബീം എടുത്ത് ആ ബീമിന്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു. സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ മൊമെന്റിന്റെ സമ്മ കണ്ടുപിടിച്ചു, റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ മൊമെന്റിന്റെ സമ്മ കണ്ടുപിടിച്ചു. അതിനെയാണ് എന്ത് പറയുന്നത്, ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസ് ആണ് അല്ലെ. ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്താൽ മതി, ഒന്നല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ. അപ്പൊ അത് അൺബാലൻസ്ഡ് ആണ്, ഒന്നല്ലെങ്കിൽ അത് മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ താഴേക്കായിരിക്കും. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലല്ല, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സസ് ആണ് ഷിയർ ഫോഴ്സ്. അതുപോലെ തന്നെയാണ് ബെൻഡിങ് മൊമെന്റ്. നമ്മളൊരു ബീം എടുക്കുകയാണ്, അതിന്റെ സെക്ഷൻ എടുത്തിട്ട് റൈറ്റ് സൈഡിലെ മൊമെന്റ് നോക്കും, ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് നോക്കും. ഓക്കെ, അപ്പം അതും എന്ത് തന്നെയാണ്, ഒരു അൺബാലൻസ്ഡ് മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഷിയർ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം ഈസ് ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് റിയാക്ഷൻ. റിയാക്ഷൻ നമ്മൾ എടുത്തിരുന്നു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അല്ലെ. ആക്ടിംഗ് നോർമൽ ടു ദി ആക്സിസ് ഓഫ് ബീം എയ്തർ ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദി സെക്ഷൻ. ഒന്നല്ലെങ്കിൽ ബീമിന്റെ ലെഫ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ ബീമിന്റെ റൈറ്റ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബീമുകളുടെ ഫോഴ്സസുകളുടെ ഇൻക്ലൂഡിംഗ് റിയാക്ഷൻ, റിയാക്ഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോഴ്സസുകളുടെ ആൾജിബ്രൈക് സമ്മിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എടുക്കരുത്, അപ്പൊ അത് 0 ആയി പോകും. അങ്ങനെയല്ല, നമ്മൾ ഒന്നല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ മാത്രം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ മാത്രം. ഓക്കെ, അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റിന്റെ ഡെഫിനിഷൻ എന്താ? ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി സെക്ഷൻ ഓഫ് എ ബീം is the algebraic sum of the moments of all forces about the section acting on the beam either to the left or right of the section. അപ്പൊ ഈ ഫോഴ്സസുകൾ കാരണം ഒരു ബീമിന്റെ അല്ല റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ആക്ട് ചെയ്യുന്ന കംപ്ലീറ്റ് മൊമെന്റുകളുടെ ആൾജിബ്രൈക് സമ്മിനെയാണ് ബെൻഡിങ് മൊമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. ഡിഫൈൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് നോക്കാം. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സോ അതിന് ഒരു സൈൻ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോ ഒന്നാമത്തേത് ഷിയർ ഫോഴ്സിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇതൊരു ബീമാണ്, ബീമിന്റെ ലെഫ്റ്റ് പോർഷനും റൈറ്റ് പോർഷനും, സെക്ഷന്റെ ലെഫ്റ്റ് പോർഷനാണ് റൈറ്റ് പോർഷനാണ്. അപ്പോ റൈറ്റില് ഡൗൺവേർഡ് ആണ് നമ്മുടെ ലോഡ് എങ്കിൽ, റൈറ്റ് ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ റൈറ്റിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് പോസിറ്റീവ് ഷിയർ ആയിട്ടാണ് എടുക്കുന്നത്. റൈറ്റിലെ ഡൗൺവേർഡ് പോസിറ്റീവ്. ഇനി ലെഫ്റ്റിലെ ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ്. അതായത് റൈറ്റിലെ അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്. ഒരു കാര്യം നോക്കാം, റൈറ്റ് സൈഡ് മാത്രം നോക്കാം. റൈറ്റ് സൈഡിൽ താഴോട്ടുള്ളത് പോസിറ്റീവും റൈറ്റ് സൈഡിൽ മുകളിലോട്ടുള്ളത് നെഗറ്റീവും. അപ്പൊ തിരിച്ചും പറഞ്ഞൂടെ, ലെഫ്റ്റ് സൈഡിൽ താഴോട്ടുള്ളത് നെഗറ്റീവും ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ടുള്ളത് പോസിറ്റീവും. അപ്പൊ ഇത് ഓർത്ത് വെക്കാനായിട്ടൊരു എളുപ്പമാർഗമുണ്ട്. റൺ എന്ന് ഓർത്താൽ മതി. റൺ മീൻസ് റൈറ്റ് അപ്പ് നെഗറ്റീവ്. ഓക്കെ, റൈറ്റ് അപ്പ് നെഗറ്റീവ്, അതായത് റൈറ്റ് സൈഡില് അപ്വേർഡ് ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ആണ്. അത് ഓർത്താൽ തന്നെ ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാം. എങ്ങനെയാ? റൈറ്റിലെ ഡൗൺവേർഡ് ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ആണ്. ഓക്കെ, ആ രീതിയിൽ സൈൻ ഓർത്ത് വയ്ക്കും. ദെൻ ബെൻഡിങ് മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ ബെൻഡ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചതുപോലെയും അതുപോലെ സെക്കൻഡ് ഫിഗറിൽ കാണിച്ചതുപോലെയും ബെൻഡ് ചെയ്യാം. ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചതുപോലെയാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സാഗിങ് മൊമെന്റ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സാഗിങ് മൊമെന്റ്. സാഗിങ് മൊമെന്റ് പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലി ഓർമ്മ നോക്കൂ, അത് പോസിറ്റീവ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് മൊമെന്റ്. ഈ ഒരു രീതിയിലും അത് ബെൻഡ് ചെയ്യാം അല്ലെ, ഈ ഒരു രീതിയിലും ബെൻഡ് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഹോഗിങ് മൊമെന്റ്. ഹോഗിങ് മൊമെന്റ് ഒരു സാഡ് ആയിട്ടുള്ള ഫേസ് ആണ് നമുക്ക് തരുന്നത്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഉണ്ട്. സാഗിങ് ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്, ഹോഗിങ് ആണ് നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻ. റൺ എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ ഇമോജീസും
ഓർത്ത് വയ്ക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇനി നമുക്ക് എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, എന്താണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് നോക്കാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് വേരിയേഷൻ ഓഫ് ഷിയർ ഫോഴ്സ് along the length of beam is shear force diagram. അതായത് നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക അല്ലെ. എങ്ങനെയാണ്? ഒരു ബീം എടുക്കുക, റിയാക്ഷൻസ് കണ്ടുപിടിക്കുക, അതിന്റെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ മാത്രമല്ല, നമുക്ക് ആ ബീമിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്പർ ഓഫ് സെക്ഷൻസ് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ സെക്ഷന്റെ എല്ലാം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്തുണ്ട്? ഷിയർ ഫോഴ്സസ് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഷിയർ ഫോഴ്സസിന്റെ വേരിയേഷൻ ഓരോ സെക്ഷനിലും അതെങ്ങനെ വേരി ചെയ്യുന്നു, ത്രൂ ഔട്ട് ദ ലെങ്ത് ആ ഷിയർ ഫോഴ്സ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഫിഗറിലുള്ളത് പ്രോബ്ലം ചെയ്ത് കിട്ടുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. അപ്പൊ നിങ്ങൾക്ക് വരച്ചിട്ടുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ യൂഡിയൽ ആണെന്നുണ്ടെങ്കിൽ വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കിക്കോളൂ, ഈ എ ടു ബി അതിന്റെ വേരിയേഷൻ എങ്ങനെയാ? എ എന്ന പോയിന്റിൽ കൂടുതലാണ്, പിന്നെ സെന്ററിലേക്ക് എത്തുമ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നീട് അത് നെഗറ്റീവ് മൊമെന്റ് ആയിട്ട് കൂടി കൂടി ബി എന്ന പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും മാക്സിമം ആവും. അത് നെഗറ്റീവ് ആണെന്ന് മാത്രം. താഴോട്ടാണ് ആക്റ്റീവ്, സോ നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു ആക്സിസിന് മുകളിലേക്കുള്ളത് പോസിറ്റീവ്, ആ രീതിയിൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു ത്രൂ ഔട്ട് ലെങ്ത് ഈ ഒരു ബീമിന്റെ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേരിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെന്റ് അലോങ് ദി ലെങ്ത് ഓഫ് ബീം ഈസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഒരു ബീമിന്റെ ഓരോ സെക്ഷനിലെയും ബെൻഡിങ് മൊമെന്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. BMD എന്ന് പറയും. ഷിയർ ഫോഴ്സ് ഡയഗ്രാം SFD എന്ന് പറയും. അപ്പൊ ഇതും ചോദിക്കാറുണ്ട്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്താ, ബെൻഡിങ് മൊമെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്താണ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്താണെന്നുമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ഒന്നും നിങ്ങളോട് എഴുതാനായിട്ട് പറയുണ്ടാവില്ല. ബട്ട് ദ ഡെഫിനിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇത് തമ്മിലുള്ള റിലേഷൻസ്, അതായത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, യൂഡിയൽ ആയിട്ടുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. W is the load intensity, F is the നമ്മൾ ഓരോ സെക്ഷനിലും കണ്ടുപിടിക്കുന്ന ഷിയർ ഫോഴ്സ്, M എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ നിങ്ങൾക്ക് ഇതൊരു ഡെറിവേഷനിലൂടെ നമുക്ക് എത്താവുന്നതാണ്. പക്ഷെ നമുക്ക് ഡെറിവേഷൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് അതിന്റെ റിലേഷൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. റിലേഷൻ ഇതാണ്: ഡിഫറൻഷ്യൽ ഓഫ് ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു സ്പാൻ ഈസ് ഷിയർ ഫോഴ്സ്. ബെൻഡിങ് മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു സ്പാൻ, അതിന്റെ ഡിഫറൻഷ്യലിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. അതായത് dm/dx ഈസ് F. നമ്മൾ മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ് dm/dx എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്ലോപ്പ് ആണ് അല്ലെ. അതായത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പിനെ പറയുന്നതാണ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് ഒരു കർവ് ഉണ്ടായിരിക്കും. ആ കർവിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ് കിട്ടും. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കുക. dm/dx is equal to F. Similarly, differential of shear force with respect to the beam span is load intensity. അതായത് dF/dx, differential of shear force with respect to beam span, dF/dx is load intensity W. That is dF/dx എന്ന് പറഞ്ഞാൽ എന്താ? അത് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് SFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഇന്റൻസിറ്റി. ഇപ്പൊ PSC പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സ്ലോപ്പ് ഓഫ് BMD എന്താണെന്ന് ചോദിക്കാറുണ്ട്. സ്ലോപ്പ് ഓഫ് BMD എന്താണ്? ഷിയർ ഫോഴ്സ്. സ്ലോപ്പ് ഓഫ് SFD എന്താണ്? ഇറ്റ് ഈസ് ലോഡ് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് എന്തൊക്കെയാണ് നോക്കിയത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താണ് ബീം എന്ന് നോക്കി. ബീം, ടൈപ്സ് ഓഫ് ബീം ഏതൊക്കെയാണ്, ടൈപ്സ് ഓഫ് ലോഡ് ഏതൊക്കെയാണ്, പിന്നെ എന്താണ് ഷിയർ ഫോഴ്സ്, എന്താണ് ബെൻഡിങ് മൊമെന്റ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഒരു പ്രോബ്ലം വെച്ച് നോക്കി. ദെൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, പിന്നെ അതിന്റെ സൈൻ കൺവെൻഷൻ, നമ്മൾ എങ്ങനെയാണ് സൈൻ എടുക്കുന്നതെന്ന് നോക്കി. പിന്നെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് റിലേഷൻസ് ആണ് നോക്കിയത്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു റിലേഷൻ? എഗെയിൻ പറയുകയാണ്. സ്ലോപ്പ് ഓഫ് BMD ഈസ് ഷിയർ ഫോഴ്സ് ആൻഡ് സ്ലോപ്പ് ഓഫ് SFD ഈസ് that is load intensity. Okay, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിന് നമുക്ക് SFD BMD വരയ്ക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്.
അപ്പൊ ആദ്യം തന്നെ SFD BMD വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ലോഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ആ ബീമിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോ റിയാക്ഷൻസ് എല്ലാം കണ്ടുപിടിച്ച് വെക്കും. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കുക, നമ്മളൊരു SFD BMD വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ എപ്പോഴും ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യും അല്ലെ. ആ ഒരു സെക്ഷന്റെ ഡെഫിനിഷൻ തന്നെ ഇതാണ്, ഒരു സെക്ഷന്റെ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഷിയർ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സസ് മാത്രം എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ഫോഴ്സസ് മാത്രം എടുക്കുക, രണ്ടും കൂടെ എടുക്കരുത്. ഓക്കെ, അതാണ് ആദ്യമേ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. ബെൻഡിങ് മൊമെന്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, BMD വരയ്ക്കാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താണ് ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ് അല്ലെ. ഒരു സെക്ഷന്റെ ഒന്നല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ നമുക്ക് സൈൻ കൺവെൻഷൻ അറിയണം. എങ്ങനെയാണ് ഷിയർ ഫോഴ്സിന്? എങ്ങനെയാണ് സെക്ഷന്റെ റൈറ്റ് സൈഡില് മുകളിലേക്കാണ് ഷിയർ ഫോഴ്സ് എങ്കിൽ ദാറ്റ് ഈസ് പോസിറ്റീവ് റൺ എന്നാണ് അല്ലെ. അതായത് റൈറ്റ് സൈഡില് മുകളിലേക്കുള്ളത് സോറി റൈറ്റ് സൈഡില് തെറ്റി പറഞ്ഞു മാത്രം, റൈറ്റ് സൈഡില് മുകളിലേക്കുള്ളത് നെഗറ്റീവ് ആണ്, റൺ RUN, റൈറ്റ് അപ്പ് നെഗറ്റീവ്. ഇനി റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് താഴേക്കാണെങ്കിൽ അതാണ് പോസിറ്റീവ്. അപ്പൊ നേരെ തിരിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റണം, ലെഫ്റ്റ് സൈഡില് എങ്ങനെയായിരുന്നു? ഇതിന് നേരെ തിരിച്ചു വരും അല്ലെ. എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡില് മുകളിലേക്കുള്ളതാണ് എന്ത് വരിക? പോസിറ്റീവ്. ലെഫ്റ്റ് സൈഡില് താഴേക്കുള്ളത് നെഗറ്റീവ്. ഓക്കെ, അങ്ങനെ തിരിച്ചു പറയാനായിട്ട് സാധിക്കും. ഇനി ബെൻഡിങ് മൊമെന്റ് കേസിലാണെങ്കിൽ ഇറ്റ് സിമ്പിൾ, സാഗിങ് പോസിറ്റീവും ഹോഗിങ് നെഗറ്റീവും. നമ്മുടെ ആ ഇമോജി വെച്ച് നമുക്ക് പറയാനായിട്ട് പറ്റും. ഷിയർ ഫോഴ്സിന് റൺ എന്നുള്ളൊരു കോഡ് ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കിട്ടിയതിനു ശേഷം നമ്മൾ ത്രൂ ഔട്ട് ദ ലെങ്ത്, ആ ഒരു ബീമിന്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ അതിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് വരയ്ക്കണം. അപ്പൊ അതിന് ലോഡിംഗ് കണ്ടീഷൻ, 3 ലോഡിംഗ് കണ്ടീഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പോയിന്റ് ലോഡാണ്, നോ വേരിയേഷൻ ഓഫ് ലോഡ്, ദാറ്റ് മീൻസ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെന്ന് വിചാരിക്കും. ദെൻ UDL, അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടായിരിക്കും. തേർഡ് വൺ യൂണിഫോംലി വേരിയിങ് ലോഡും ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, ഇനി പോയിന്റ് ലോഡ് ഫസ്റ്റ് കേസിലാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒരു ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും SFDയുടെ കേസിൽ. ഇനി BMDയുടെ കേസിൽ അത് ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും, എന്നാലും ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി UDL ആണെന്നുണ്ടെങ്കിൽ അത് SFDയുടെ കേസിൽ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈനും BMDയിൽ അത് സെക്കൻഡ് ഡിഗ്രി പാരാബോള ആയിരിക്കും. ഓക്കെ, ഇനി UVL ആണെങ്കിൽ SFDയിൽ അത് സെക്കൻഡ് ഡിഗ്രി പാരാബോളയും BMDയിൽ തേർഡ് ഡിഗ്രി പാരാബോള ആയിരിക്കും. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്ഷന്റെ റൈറ്റും ലെഫ്റ്റും കൺസിഡർ ചെയ്യരുത്, ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് പോർഷൻ മാത്രം അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ മാത്രം. ആ രീതിയിൽ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളാണ് നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസിലേക്കാണ് കടക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു.